ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ് നമ്മളിന്ന് ചെയ്യാൻ പോണത് നമ്മുടെ കഴിഞ്ഞ വീഡിയോന്റെ ഒരു ഇതാണ്. അപ്പൊ നമ്മൾ ഇന്ന് കളിക്കാൻ പോണ CPM ആണ് ഗൈസ്. അപ്പൊ നമ്മളിപ്പോ നമ്മളെ വീട്ടിൽ ഇരിക്കണത് നമ്മളെ വണ്ടി നമ്മൾ ജസ്റ്റ് ഓൺ ആക്കിയിട്ടില്ല, സ്റ്റാർട്ട് ആക്കിയിട്ടില്ല. അപ്പൊ നമുക്ക് നേരെ പോയിട്ട് നമ്മളെ കഴിഞ്ഞ വീഡിയോയിലുള്ള കൂട്ടുകാർ നമ്മളവിടെ കാർ വാഷിന്റെ അവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതുമായിട്ട് പോവാം ഗൈസ്. ചക്ക മഞ്ഞ കളർ ഗൈസ്. നമ്മുടെ ചുമന്ന കളർ ഉണ്ടായിരുന്നു, അത് ആ കൂട്ടുകാരനടുത്തേക്കാണ്, അത് എടുത്തിട്ട് വരാന്നാണ് പറഞ്ഞേ. എന്തായാലും പോയി നോക്കുന്നു. വണ്ടി സ്റ്റാർട്ടാക്കി. ഇതിന് പവർ കുറവാണ് ഗൈസ്. ആ റെഡിന് നമ്മൾ ഫുൾ വീറ്റുള്ള എൻജിൻ കാര്യങ്ങളെല്ലാം വെച്ചതാണ്. ഓക്കെ, ഇത് അപ്ഗ്രേഡ് പണി നടന്നുകൊണ്ടിരിക്കുക ഗൈസ്. ഓക്കെ, സിവിക്കും കൊണ്ടുവന്നു ഗൈസ്. ഇത് അടി തട്ടോ ഗൈസ്, ഇത് അടി തട്ടും ഗൈസ്. നമുക്ക് അപ്പുറത്തൂടെ പോവാം. അടി തട്ടും ഗൈസിനെ. ഇപ്പൊ അടി തട്ടുന്ന പറഞ്ഞപ്പോ വണ്ടി പോലും മെയിൻ റോഡ് എടുക്കാൻ വയ്യ. അയ്യോ, ചെറുതായിട്ട് വണ്ടി തട്ടി. നമുക്ക് അവിടെ കൊടുത്ത് ശരിയാക്കാം ഗൈസ്. ചെറുതായിട്ട് വണ്ടി വരഞ്ഞ് സീനില്ല ഗൈസ്. നമുക്ക് അവിടെ കൊണ്ട് റെഡിയാക്കാൻ കൊടുക്കണം. ഇസവൻ കാർ വാഷിന്റെ അവിടെ വയ്ക്കാന്നാണ് പറഞ്ഞത്. ശരിയാണ്. അതാ ചെക്ക നിക്കുന്നു. ഹലോ 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 ഹലോ. എനിക്കിപ്പോ ഗെയിമിലൊരു അഡ്വാൻസ്മെന്റ് മറ്റേ സാധനം കിട്ടി, കീപ് ഇറ്റ് ക്ലീൻ എന്ന് പറഞ്ഞു. വണ്ടി എപ്പോഴും കഴുകിക്കൊണ്ടിരുന്ന പിന്നെ ചെക്കൻ പിന്നെ ഫുൾ ഓഫ് റോഡ് ആണല്ലോ. നമ്മളിന്ന് ഓഫ് റോഡ് ഒന്നും കേറൂല കേട്ടാ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്ക്. ഇതിപ്പം ഈ വണ്ടി ആയണ്ടേ. ഇന്നിപ്പോ എന്താണ് പരിപാടി? ഇന്ന് നമുക്ക് നീ ഇപ്പൊ വണ്ടി കഴുകിയല്ലേ ഉള്ളു, നമുക്ക് ഒരു ട്രിപ്പ് ഒന്ന് പോവാം. എങ്ങോട്ട്? 2 ലെക്സസ് ഉണ്ട്, പിന്നെ എന്തിനു വേണം. നമുക്ക് ഇവിടുന്ന് മൗണ്ടനിന്ന് ഇങ്ങോട്ട് പോയ ഡെസേർട്ട് വേണ്ട, നമുക്ക് ഇങ്ങോട്ട് പാടാം. നമുക്ക് സിറ്റിയിലോട്ട് പോവാം. അപ്പൊ ആദ്യം നമുക്ക് അയ്യോ നമ്മുടെ ഇതിന്ന് കാശ് എടുക്കണം. നമ്മുടെ ഡോണറ്റ് കാശ് എടുക്കണം. നീ അങ്ങോട്ട് വരണ്ട കേട്ടോ, നീ ഇവിടെ നിർത്തിയിരുന്നാ മതിയേ. നിനക്ക് അവിടെ വന്നാ പിന്നെ ഫുൾ ബ്ലോക്ക് ആവും. സ്ട്രെയിറ്റ് അല്ലേ പോകുന്നു, അപ്പൊ ഞാൻ നേരെ പോയാ പോരെ? സ്ട്രെയിറ്റ് അല്ല. 3000 രൂപ. ഓക്കെ, 3000 രൂപ ഇട്ടിട്ടുണ്ട്. ശരി. നമുക്ക് നമ്മളെ വേറെ ഗാരേജിൽ പോയി നമുക്ക് പറ്റുമെങ്കിൽ ഇന്ന് വേറെ വണ്ടി കൂടെ എടുക്കണം. വാടാ. ഇങ്ങോട്ട്. ചെക്കൻ്റെ ഫുൾ ഓവേർഡാണ്, എൻ്റെത് ഒരു മിഡ് റേഞ്ച് ആണ്. കാര്യം ഫുൾ ഓവറാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഒരു എപ്പോഴും വേണ്ടി പണിയാണ് ഗീസ്. ഞാൻ അണ്ടർ ഗ്ലോ ലൈറ്റ് ഒക്കെ വെക്കുന്നതുകൊണ്ട് ഞാൻ ഓവറായിട്ട് ലോവർ ചെയ്തില്ല. ചെക്ക ഓവറായിട്ട് ലോവർ ചെയ്ത് വെച്ചേക്കണം. ഹലോ, ഞാൻ വിചാരിച്ച് ലുക്കിന് വേണ്ടി ചെയ്യാന്ന്. ചെക്കൻ പിന്നെ അംബാനി ആയതുകൊണ്ട് ചെക്കൻ എപ്പോഴും എടുത്തിട്ട് പണിയാ. ചെക്ക റിച്ചാണ് അല്ലേടാ? ഹലോ, ചെക്ക റിച്ച് അല്ലേ? നിന്റെ ഡോണറ്റ് ഉണ്ട്, പക്ഷെ എന്റെ ഡോണറ്റ് ഇല്ല. ചെക്കൻ ഷോപ്പൊന്നുമില്ല ഗെയ്സ്. പിന്നെ നമ്മുടെ ഡോണറ്റിന്റെ കുറച്ച് പൈസയൊക്കെ നിനക്കും കൂടി തരുന്നില്ലേ? അങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. നമ്മളെ പ്രോഫിറ്റ് കുറച്ച് എടുക്കുന്നുണ്ട്. പിന്നെ ചെക്കന് ബിസിനസ് ഒക്കെ ഉണ്ട് ഗെയ്സ്. കാറൊക്കെ വിറ്റ് മാറ്റി തിരിച്ചൊക്കെയാണ് എടുക്കുന്നത്. അല്ലേടാ? ഇന്നെന്തോ ഒരു ഔട്ട് ഓഫ് കൺട്രോളാ, എനിക്ക് കിട്ടുന്നില്ല. കൺട്രോൾ അത്രയ്ക്ക് കിട്ടുന്നില്ല. അത് നീ ഓൾ വീൽ ഡ്രൈവ് ഇട്ട് ഓട്ടിച്ചാ വൈബ. എടാ നീ ഉറക്കെ പറയണ, എനിക്ക് നല്ലവണ്ണം കേക്കുന്നില്ല. മാപ്പ് മാറിപ്പോയി തിരിച്ചായിരുന്നു. തിരിച്ചു പോവാ.
സോറി ബ്രോ. കുഴപ്പമില്ല, ഇനിയെങ്കിലും വഴി തെറ്റാതെ നോക്കണേ. യെസ്, ഐ വിൽ മാനേജ് ഇറ്റ്. ഓക്കെ, താങ്ക് യു. എടാ, നിന്റെ ലെക്സസിൽ വല്ല പണി ചെയ്തിട്ടുണ്ടോ? ഞാൻ നേരെ പോയേട്ടാ. നീ പോയാ നില്ലടാ. ഞാൻ വെയിറ്റ് ചെയ്യാം. ഗൂഗിളൊന്നും കാണിക്കുന്നില്ല ഗൈസ്. മറ്റേ ഈ വര കാണിക്കണില്ല മാപ്പില്. എനിക്ക് കാണിക്കുന്നു ഗൈസ്, കാണിക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ വെക്കാം മാപ്പ്. കാണിച്ചു. നീ വാ പോവാ. നീ പോയാ? ഞാൻ അവിടെ അടുത്ത് പോണ്ട്. പൊക്കോ. നിന്റെ കാർ മോഡിഫൈ ചെയ്തിട്ടില്ലല്ലോ? ഇല്ല, എന്റെ നോ വർക്ക്, നോ എഞ്ചിനൊക്കെ ലെക്സസിന്റെ ഒറിജിനൽ വണ്ടിയാണ്. ഇനി എനിക്ക് ടർബോ ആയിട്ടാണ്, അതിന് വെച്ച് പൈസ വേണോടാ. എന്റെ പൈസ ഇല്ലതാ. പൈസയുടെ അതിലാണ് നമുക്ക് സിറ്റി പോണം. നമ്മളെ സിറ്റിയില് കുറച്ച് പൈസേന്റെ ആളുണ്ട്, അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇവരിത് ഈ വഴി ഷോർട്ട് കട്ട് ഉണ്ട്. വാടാ, നമുക്ക് ഷോർട്ട് കട്ട് പിടിക്കാം. വാ, നമ്മൾ ഇങ്ങോട്ട് വരേ വേണ്ടായിരുന്നറാ, നമ്മള് ചുമ്മാ വന്നു. നീ ഷോർട്ട് കട്ടിന്റെ അവിടെ വെച്ച് വെയിറ്റ് ചെയ്യണേ. ഡോണറ്റിന്റെ നമ്മളെ പെട്രോൾ പമ്പിന്റെ അങ്ങോട്ട് വാടാ. നീ പെട്രോൾ ഒഴിച്ചിട്ട് വാ, നല്ല ലോങ് പോണല്ലേ. ഇത് ഇന്നലെ എടുത്ത വണ്ടിയാ. ഇതിന് ലെക്സസിന് മൈലേജ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. അത് ഞാൻ ഇന്നലെ തെളിയിച്ചാ. നമ്മളെ ഇൻഡിക ഉണ്ടല്ലോ, എനിക്ക് ഒരു പച്ച ഇൻഡിക ഉണ്ട്. അതിനകത്താണെങ്കിൽ ഉണ്ടല്ലേ, അതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇങ്ങനെ ലോങ് പോകാനൊക്കെ നല്ലത്. ഭയങ്കര മൈലേജാ. ഇതിന് ഓണെങ്കിൽ ഒട്ടും മൈലേജ് ഇല്ല. ഇത് ഞാൻ പിന്നെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്നലെ എടുത്തതല്ല. അപ്പൊ അവര് പറഞ്ഞു ഇച്ചി നല്ലവണ്ണം ഒന്ന് ഓടണോന്ന് പറഞ്ഞു. ഈ സൗണ്ടാണ് ഞാൻ ഇതെടുത്തിട്ട് വന്നത്. പുതിയ വണ്ടിയത് കണ്ടിട്ട് തോന്നുന്നുണ്ടാ. ഇതിന് ഒട്ടും മൈലേജ് ഇല്ല, നല്ലോണം പൈസ കിട്ടും. ഹലോ പെട്രോൾ പമ്പിലോട്ട് വാട്ടാ. നീ എന്റെ ഉണ്ട്, നീ ആ ഹൈവേയിലോട്ട് വന്നാ മതി. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹൈവേ നിങ്ങൾ ഇറങ്ങിയാണ്. നീ ഡോണറ്റിലോട്ട് വാ. നമ്മള് 102 രൂപയ്ക്ക് എടുത്ത് അടിച്ചു കേസ്. പക്ഷെ നമ്മൾ മറ്റേ വണ്ടിയിലാണെങ്കിൽ അടിക്കാൻ ഇപ്പം 62 രൂപ ആവത്തുള്ളൂ ആ വണ്ടിയിൽ അടിക്കാനായിട്ട്. അമ്മാതിരി ഇതാണ് കേസ്. ഒക്കെ കാര്യം നല്ല മൈലേജ് ഉള്ള വണ്ടിയാടാ. നീ ഇങ്ങനെ ഇറങ്ങിയാടാ, ഡോണറ്റിലോട്ട് വാ. ഡോണറ്റിലോട്ട് വന്നാൽ എനിക്ക് ചെറുതായിട്ടൊരു ബഗ് അടിക്കാൻ സാധ്യതയുണ്ട്. എന്നാ മെയിൻ റോഡ് വഴി പോ. പക്ഷെ മൈലേജ് ആണ് വണ്ടിക്ക് പ്രശ്നം. വാ, നീ എന്തായാലും പോവാ. വണ്ടേ പോ. എന്നാ പിന്നെ ഞാൻ തിരിക്കട്ടെ വണ്ടി. എന്റെ വണ്ടി ഇനി കസ്റ്റമൈസ് ചെയ്ത് ഒരു ഇറക്കൊക്കെ ഉണ്ടല്ലേടാ. ഇനി ഇതാ അധികം വൈകാതെ കസ്റ്റമൈസ് ചെയ്ത് കഴിയുമല്ലേ. പൈസ സെറ്റ് ആക്കണം, അതിനാണ് സിറ്റി പോണം. പിന്നെ ആ റെഡ് ലെക്സസ് ഞാനല്ലേ കസ്റ്റമൈസ് ചെയ്തത്. പിന്നെ ടയർ അലൈൻമെന്റ് മാത്രമല്ലേ ഉള്ളു നീ മാറ്റിയത്. എടാ പിന്നെ ഇന്റീരിയർ വ്യത്യാസം ഉണ്ടോ അത് ഇതുമായിട്ട്? ഇതിന്റെ ഇന്റീരിയർ കുറച്ചൊരു ലക്ഷറിയാ. എനിക്കൊന്ന് അത് പഴയ വേരിയന്റ് ആണെന്ന് തോന്നുന്നു. ഇതിന്റെ എന്റേത് കുറച്ചൊരു ലക്ഷറി ഫീൽ ഉണ്ട് ഇന്റീരിയർ. ശരി എന്നെ വാ, പുറത്ത്. അയ്യോ, നീ പുറത്താത്തൊന്നല്ലേ. അവന്റെ ചെക്കന്റെ ഒടുക്കത്തെ സ്പീഡാണ് ഗൈസ്. ദാ പോട്. അമ്മേ ബ്രേക്കില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഇവിടെ ഓഫ് റോഡ്. എടാ വാ, എന്താ പറയുന്നത്? ലെക്സസ് ചെറുതായിട്ടൊന്ന് ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോയി. പയ്യെ പോവാ. ടയറൊക്കെ പഞ്ചറായി കിടക്കുന്നു. നമ്മള് സ്റ്റെപ്പിൽ ബുക്ക് ചെയ്തേക്കുന്നതിൽ ഇനി വരത്തേ ഉള്ളു ഗൈസ്. എന്താ ഞാൻ ഇറങ്ങിപ്പോയി.
ആ ഇപ്പൊ എങ്ങനെ ഇരിക്കണം ഗൈസ്? ചെക്കനെ ഉണങ്ങിയിരിക്കും. കാണാനില്ല ഗൈസ്. വെയിറ്റ് കരോ. ഹലോ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മുടെ ചെക്കൻ വന്നിട്ടുണ്ട്. ഗൈസ് ചെക്കൻ്റെ ടയർ തേഞ്ഞു പോയി. ഇത് എന്താ ക്രാഷ് ആയി പോയി ഗൈസ്. അവിടെ ഇപ്പൊ പണിഞ്ഞിറക്കി. പിന്നെ ചെറിയ സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അതൊക്കെ ചളുക്ക് എങ്ങനെയൊക്കെ മാറ്റിക്കൊണ്ട് വന്നു വെക്കുന്നു ഗൈസ്. അതിന്റെ ടയർ മാറാൻ സമയമായി ഗൈസ്. അപ്പൊ ഇനിയിപ്പോ ടയർ മാറണം. സിറ്റി പോലെ കിട്ടോളല്ലേടാ? അതാ ഇതിന്റെ ടയറിന്റെ പാർട്സ് ഞാൻ അവിടെ നോക്കി. അവിടുത്തെ എത്ര 2 ഗാരേജിൽ പോയി നോക്കി, എവിടെ ഇല്ല. ഗൈസ് അപ്പൊ അന്യായമാണ് ഗൈസ്. അപ്പൊ എന്റെ ടയറും കൂടി മേടിച്ചു വെച്ചേക്കല്ലേ? അവസാനം മാറേണ്ടി വന്നാ പിന്നെ ഇത് കണക്ക് പോകേണ്ടി വരും. 2 ലക്ഷം അല്ലേ കാരണം. ഇവിടെ ഒന്ന് വളക്കണം കേട്ടോ. ഇവിടെ ഒന്ന് വളക്കണേ. എന്റെ പൊന്നു. എടാ നീ നമ്പർ പ്ലേറ്റ് വെച്ചില്ലേ? ഇല്ല ഇല്ല, സമയമില്ലായിരുന്നു. ഗൈസ് ഞാൻ നമുക്ക് ആ കടയിലെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ തിരിച്ചു പോകുമ്പോ ആ അണ്ണന്റെ മേടിച്ചോളാം. എന്തേ നമ്പർ പ്ലേറ്റ് ഞാൻ ചെറുതായിട്ട് നമ്പർ പ്ലേറ്റ് ഇച്ചിരി കസ്റ്റമൈസ് ചെയ്യാൻ അവിടെ മറ്റേ കടയിൽ കൊടുത്തേക്കുമായിരുന്നു. തിരിച്ചു പോകുമ്പോ റെഡിയാക്കി വെക്കും. അതിന്റെ ഇടയ്ക്ക് പോലീസാണ് പിടിച്ചാലേ? പിടിച്ചാ പണി കിട്ടും. നമുക്കെന്നാ പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് ഗൈസ്. അല്ലെങ്കിൽ വീഡിയോ നല്ല ലോങ് ആവും. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഹലോ ഗൈസ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മുടെ സിറ്റി എത്തിയിട്ടുണ്ട്. ഗൈസ്. നമുക്കിനി അങ്ങോട്ട് ടയർ മേടിക്കാൻ പിന്നെ പോയാ പോരെ? ഇപ്പൊ നമുക്ക് അവിടെ ഒരു എക്സ്പോ ഉണ്ട് ഗൈസ്. നമുക്ക് അങ്ങോട്ട് എക്സ്പോ ഇല്ലല്ലേ, മറ്റേ ഇത് ഓട്ടോ ഷോ. വാ ഗൈസ് വരുമ്പോ എനിക്ക് രജിസ്ട്രേഷന് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ പോണം. എടാ നീ ഇങ്ങോട്ട് വരണ്ട കേട്ടോ. നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതിന് പിടിക്കും. അപ്പൊ ഇവിടെ രജിസ്ട്രേഷന്റെ പുതിയ വണ്ടിയാണ്ട് രജിസ്ട്രേഷന്റെ ഒരു പണിയുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു അങ്ങോട്ട് ചോദിച്ചിട്ട് വരാം. അന്ന് എടുത്തോണ്ട് പോകില്ലെന്ന് തോന്നുന്നു. എന്നാക്കിട്ടെ ഗൈസ്. അപ്പൊ നമുക്ക് ചോദിച്ചിട്ട് വരാം ഗൈസ്. ഹലോ ഗൈസ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഇത് കഴിഞ്ഞ് ഇറക്കി ഗൈസ്. അങ്ങനെ അയച്ച് ടെസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അവര് ഇറക്കുമ്പം നമ്മുടെ എഞ്ചിൻ വർക്ക് അതൊക്കെ നോക്കും എന്തായാലും. അവിടെ പണിയാനെ നന്നായി കേട്ടാ. ലക്കുണ്ട്. അല്ലായിരുന്നെങ്കിൽ ടെസ്റ്റ് പാസ്സാകൂലായിരുന്നു. എടാ കേരളത്തിലൊക്കെ എന്ന് വെച്ചാൽ പഴയതാകുമ്പോഴല്ലേടാ ടെസ്റ്റ് ഒക്കെ വരുന്ന. ഇത് എടുക്കുമ്പോഴാണ് ടെസ്റ്റ്. എടുത്ത് എത്ര ദിവസം കഴിയുമ്പോ ടെസ്റ്റ് ഉണ്ട്. ഇനിയൊരു ടെസ്റ്റ് ഉണ്ട്. അതെപ്പോഴാണ്? അതിനും കുറച്ച് കഴിഞ്ഞ് നമുക്ക് അതൊക്കെ സെറ്റ് ആക്കണം. നമുക്ക് അയ്യോ അന്നും ഇനി ഇത്ര ഓടണമല്ലേടാ. പണി കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് ഞാൻ പറയുവാണെങ്കിലേ അതിനു മുമ്പ് നമുക്ക് ഇവിടെ സ്റ്റേ അടിച്ചാലാ? സ്റ്റേഡിയ നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് പറയാൻ. നമ്മൾ ഇന്ന് എന്തായാലും പോവില്ലല്ലോ. ഇന്നെന്തായാലും ഇവിടെ സ്റ്റേ അല്ലേ? ഇന്നും കുഴപ്പമില്ല. നിങ്ങൾ കമന്റ് ചെയ്യ്. നമുക്ക് എന്തോ വേണം എടുക്കണം. നമുക്ക് സിറ്റി മൊത്തം ഒരു വീഡിയോ സെറ്റല്ലേ? നമുക്ക് എന്തായാലും ഓട്ടോഷോയ്ക്ക് കയറാം ഗീസ്. പേടിച്ചേ ഗീസ്. ഓട്ടോഷോ എടാ ഓട്ടോഷോ ആരും ഇല്ലടാ. ഗൈസ് നമുക്ക് അവിടെ പോയിട്ട് ചോദിച്ചു നോക്കാം ഗൈസ്. അങ്ങനെ അപ്പൊ ഇവിടെ എന്തായാലും ഇപ്പൊ ഓട്ടോഷോ ഇല്ലെന്ന് പറഞ്ഞു ഗൈസ്. ഇന്നത്തെ ഓട്ടോഷോ കഴിഞ്ഞ്. അപ്പം ഇന്നത്തെ ഇനിയിപ്പോ ഉണ്ടായിരുന്നു, അത് മാറ്റി വെച്ചെന്നാറാ. നമ്മളടുത്ത് ഉണ്ടെന്നല്ലേ പറഞ്ഞ. എന്നാമാര് മാറ്റി വെച്ചത് സെറ്റായി. ഇനിയിപ്പോ എന്തോ എടുക്കാം? ടയർ മാറ്റാൻ പോണോ? നമുക്ക് ടയർ മാറ്റാൻ പോകാം ഗൈസ്. ടയർ മേടിച്ചു വെച്ചാ പോരെ. ഇപ്പൊ നിനക്ക് മാറ്റണം, എനിക്ക് മേടിച്ചു വെക്കണം അല്ലേ? അപ്പൊ നമുക്ക് വണ്ടി സ്വാപ്പ് ചെയ്യാം. വണ്ടി ഓക്കെ. എടാ ഇത് ഇത്രയും ലോറിയിൽ വെക്കാവടാ വണ്ടി.
ഇത് ഓവറല്ലേ? ഇത്ര ലോ ആക്കാൻ പറ്റും, ഞാൻ ഫുള്ള് ലോ ആക്കി. ഇങ്ങനെ ചെയ്തൂടാ. ഇതാ വണ്ടി ഇതാ, മനസ്സിലായോ? ഇതാണ് അൾട്ടിമേറ്റ് സാധനമാണ് ഗൈസ്. ഇപ്പഴാണ് ശരിയായത്. വെറുതെ അല്ല, 0 ടയറിന്റെ ഇത് ഗൈസ്. അപ്പൊ നമുക്ക് വണ്ടി നോക്കി മാറുന്നാലും ചോദിച്ചു നോക്കാം ഗൈസ്. ഗൈസ് എന്തായാലും വണ്ടി ഇറക്കിയിട്ടുണ്ട് പണിത്. ഇപ്പൊ കണ്ട വണ്ടി പെവറായി നോക്കി. വണ്ടി അടി നന്നായിട്ട് ഇടിക്കുന്നുണ്ട് കേട്ടാ. ഇതും കൊണ്ടാണ് ഇതും കൊണ്ടാണോ നീ ഇന്നലെ ഓഫ് റോഡൊക്കെ വന്നേന്ന്? ഓ നല്ല കാര്യം. പക്ഷെ അപ്പൊ വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നുവെച്ചാ തട്ടിയില്ലെന്ന് പറയുന്നില്ല, പക്ഷെ വലിയ കുഴപ്പമില്ലായിരുന്നു. കേറുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് പണത്തി അടിക്കാം. ഇവിടെ ഒരു അടിക്കൊന്നും പറ്റിയില്ല. ഓക്കെ, ഇവിടെ ഒരു ഓട്ടോഷോ നടക്കുന്ന, ഇവിടെ ഒരു ഓട്ടോഷോ നടക്കുന്നെന്ന് പറഞ്ഞില്ല. അതും കഴിഞ്ഞറ. നമുക്ക് ഓട്ടോഷോ ആണുള്ള ഭാഗ്യമില്ല ഗൈസ്. എന്തായാലും നമ്മളൊരു ഹോട്ടൽ എടുത്തിട്ടുണ്ട് ഗൈസ്, സ്റ്റേ അവിടെ നോക്കാം ഗൈസ് കുറെ. അപ്പൊ ഗൈസ് നമ്മളിതേ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ സാധനം മേടിച്ചിട്ടുണ്ട്. എടാ പോവാം. ഇനി നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലത്ത് പോവാം. എടാ സ്റ്റേ ചെയ്യുന്ന സ്ഥലം എവിടെയെന്ന് അറിയാവോ? എനിക്കറിഞ്ഞൂടാ, നിനക്കല്ലേ പറഞ്ഞു. ശരിയാ, ഞാനല്ലേ ബുക്ക് ചെയ്ത. ശരി. എടാ ഈ മാപ്പിന്റെ മധ്യത്തായിട്ടങ്ങണ്ടാണ് വന്നത്. ഇത് തന്നെ. എടാ ഇതാണ്ടാ ഹോട്ടല്. എവിടാണ്? ഇവിടെ പോയി പാർക്ക് ചെയ്യാം. അവിടെയാണ് പാർക്കിങ്. ഇവിടെ പാർക്ക് ചെയ്യാനാണ് പറഞ്ഞത് ഫോൺ വിളിച്ചപ്പോ. ഈ ട്രെയിലർ എടുക്കൂല, ഇതവര് ഒരു പൊളിക്കാൻ കൊണ്ടിട്ടേക്കുന്നത്. അപ്പൊ ഇനി പൊളിക്കത്തില്ല, ആരാ വന്ന് ബുക്ക് ചെയ്തിട്ടേക്കുന്നു. അപ്പൊ ഇനി 2 മാസം കഴിഞ്ഞിട്ട് ട്രെയിലർ ഇറക്കും. അപ്പൊ ഇതിന്റെ ചേർത്തിട്ടോളം പറഞ്ഞിട്ടുണ്ട്. തെറ്റല്ലേ? ബഗീസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള. ബഗീസ് പവറാകണം. അടുത്ത പാർട്ട് വേണ്ടവർ ഡു കമന്റ്. ഓക്കെ, നമുക്ക് ഇന്ന് കഴിഞ്ഞൊരു പാർട്ട് ഉണ്ടായിരുന്നു, അതിന് അത്യാവശ്യം സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിട്ട. നമുക്ക് ഈ വീഡിയോക്ക് അതിന്ന് സപ്പോർട്ട് വേണം. അപ്പൊ ഗൈസ് ബൈ ബൈ, ടാറ്റ.